പത്തരമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ആംബുലൻസിൽ നിന്ന് ഇറക്കണ കാഴ്ച കണ്ടപ്പോൾ ഗോവിന്ദന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. അങ്ങനെ ഗോവിന്ദൻ തളർന്ന് അതിനുശേഷം ആദർശിനോട് പറയുന്നുണ്ട്, എൻ്റെ മോളെ കീറി മുറിക്കുന്നതിന് മുമ്പെങ്കിലും എന്നോടൊരു വാക്ക് പറയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദൻ ഇങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ പറയുന്നത്. ആദർശിനാണെങ്കിൽ ഒരു വാക്ക് പോലും പറയാൻ പറ്റണില്ല. എന്ത് പറയും എന്നാലോചിച്ചിട്ട് ഇങ്ങനെ വിഷമിക്കുന്നുണ്ട്. അതേസമയം തന്നെ നയനയ്ക്കായാലും ഭയങ്കര വിഷമമുണ്ട് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ. അതും ആദർശേട്ടനോട് അവളെ ഇഷ്ടത്തിനുള്ളതൊക്കെ ചെയ്തത്. അപ്പം പറയുന്നുണ്ട്, എൻ്റെ മോള് സ്വന്തം ഇഷ്ടത്തിന് തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. എന്നിട്ടും എൻ്റെ മോൾക്ക് ആ വലിയ വീട്ടിൽ ഒരു സ്ഥാനം ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമം മാത്രമേ ഉള്ളൂ എന്ന് നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ പറയുന്നത്. ആദർശാണെങ്കിൽ വളരെ വിഷമത്തോടെ അച്ഛൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. കാരണം നയന അനുഭവിച്ചിട്ടുള്ളതൊക്കെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയുന്നത് കൊണ്ട് തന്നെ ആ അച്ഛൻ്റെ വാക്കുകൾക്ക് മറുപടി ഒന്നും പറയാൻ ആദർശിൻ്റെ പക്കലുണ്ടായിരുന്നില്ല. പിന്നെ ജലജനെയും മോനെയാണ് കാണിക്കുന്നത്. ജലജ മോനോട് പറയുന്നു, എന്നെ എൻ്റെ മോനെയും മക്കളെ ഈ വീട്ടിലിട്ട് ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അവൾ. ഇപ്പം അവളുടെ മോനൊരു കല്യാണം കഴിച്ച് അവളുടെ സ്വസ്ഥതയും പോയില്ലേ. ഇപ്പോൾ ഹോസ്പിറ്റലിൽ മലന്ന് കിടക്കണ്. അവൾക്കും ദൈവം വച്ചത് ഈ വിധി തന്നെയാണ്. അവൾക്ക് അങ്ങനെ വരണം എന്ന് തന്നെയാണ് ഞാനും പ്രാർത്ഥിക്കണേന്നൊക്കെ ദേവയാനിനെ പറയുന്നുണ്ട് ജലജ.